ഹായ്, ഗുഡ് മോർണിംഗ്. വെണ്ടക്കായ നന്നായി കഴുകിയെടുത്തിട്ട് രണ്ടായിട്ട് മുറിക്കാം. അതിൻ്റെ ഉള്ളിൽ കേടിട്ടോന്ന് അറിയാനാണ് മുറിക്കണത്. മുറിച്ചിട്ട് നമ്മളത് ചെറിയ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അതിലേക്ക് കുരു കളഞ്ഞ തക്കാളിയുടെ ദശ മാത്രം ഒരു അര തക്കാളി മതിയാവും കേട്ടോ, അരിയും വേണ്ട. എന്നിട്ട് അത് എടുത്തിട്ട് കുരു കുരുന്നാൻ അരിഞ്ഞിട്ട് അതും വെണ്ടക്കായയുടെ കൂടെ തിരുമാം. തിരുമണത് അത് കുഴഞ്ഞ് പോകാണ്ടിരിക്കാനായിട്ട്. ഇങ്ങനെ വെണ്ടക്കായ ഉപ്പേരി വയ്ക്കുമ്പോൾ ഇങ്ങനെ വെള്ളത്തോടുകൂടി ഇങ്ങനെ വരില്ല, അതിൻ്റെ കൊഴുപ്പടക്കം അത് വരാണ്ടിരിക്കാനാണ് തക്കാളി ഇടുന്നത്. എന്നിട്ട് ഒരു സബോള അരിഞ്ഞതും വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതും അരിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. അതിലേക്ക് ആദ്യം സബോളയും കടുക് പൊട്ടി കഴിഞ്ഞാൽ സബോളയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടിയിട്ട് ഇട്ടിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെണ്ടക്കായ ഇടാം. ഇത് ഇളക്കിയിട്ട് ഒന്ന് ചൂടാവട്ടെ കേട്ടോ. തക്കാളി വെണ്ടക്കായും കൂടി ഒരുമിച്ചിടാം. പുളിയൊന്നും ഉണ്ടാവില്ലേ, നല്ല ടേസ്റ്റ് വേണം. കുറച്ച് ഉപ്പിടാം, കുറച്ച് കുരുമുളക് പൊടി ഇളക്കിയിട്ട് നല്ലോണം ഇളക്കി ഉപ്പൊക്കെ ഇട്ടതൊന്ന് നല്ലോണം ഇളക്കിയിട്ട് അത് മൂടി ഒന്ന് വെക്കാം. മുക്കിന് നടുവിലേക്ക് കൂട്ടി വെച്ചിട്ട് മൂടി വെക്കാം. മൂടി വെച്ച് കഴിയുമ്പോൾ വെള്ളം വീണാലും പ്രശ്നമില്ല. ഈ തക്കാളി ഇട്ട കാരണം കൊണ്ട് അതങ്ങനെ അങ്ങോട്ട് വെന്തോളും. ഇനി സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് എന്നിട്ട് വീണ്ടും മൂടി വയ്ക്കും. മൂടി വെച്ചിട്ട് അത് തുറന്ന് ഇളക്കി കുറച്ച് നേരം കൂടി ഇളക്കിയിട്ട് മഞ്ഞളും കൂടി ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തേക്ക് ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം. ചട്ടിയുടെ ചൂടാറിനവരെ അതിലൊന്ന് തന്നെ ഇളക്കി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട. കുഴയുണ്ട് കണ്ട, ഒട്ടും കുഴയില്ല. സാധാരണ നമ്മൾ ഉപ്പേരി വയ്ക്കണ പോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരോടും പറയുക.